am Vijay Nair, former officer Food Corporation of India, current affairs in the പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. First news, India's goods trade deficit at 42-month low following dip in gold and crude imports. അപ്പോൾ ഇന്ത്യയുടെ ഗുഡ്സ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് ആണല്ലോ ഉള്ളത്. ഇതില് ഇമ്പോർട്ട് കൂടിയും എക്സ്പോർട്ട് കുറഞ്ഞിരിക്കുമ്പോഴാണല്ലോ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. ബിക്കോസ് എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്ന സംഭവമാണ്, പക്ഷെ ഇമ്പോർട്ട് ആകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടത്. സോ ഔട്ട്സൈഡ് ആയിട്ടുള്ള നമ്മളുടെ പേയ്മെന്റ് കൂടുതലായിരിക്കും, നമ്മളെ ഇമ്പോർട്ട് കൂടി എക്സ്പോർട്ട് കുറഞ്ഞിരിക്കും. അപ്പോൾ ഇന്ത്യ ഈസ് ഹാവിംഗ് ട്രേഡ് ഡെഫിസിറ്റ് ഓൾവേസ് ബിക്കോസ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ഇമ്പോർട്ട് ഈസ് ക്രൂഡ് ഓയിൽ ദാറ്റ് വി ഹാവ് ടു import because our crude oil deposit is very less inside our country. അല്ലെങ്കിൽ നമ്മൾ ഇനി അത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. വലിയ നിക്ഷേപങ്ങളായി ചിലപ്പോൾ എവിടെയെങ്കിലും കാണുമായിരിക്കും, അത് ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനികൾ ചെയ്യേണ്ടതാണ്. ബട്ട് സ്റ്റിൽ അറൌണ്ട് 87% of India's crude oil is being imported from various sources like Russia, OPEC nations, etc. OPEC nations, OPEC, OPEC. What is OPEC? Oil Organization of Petroleum Exporting Countries. OPEC, Organization of Petroleum Exporting Countries. It is a Vienna headquartered organization. Vienna is the capital of Austria. So OPEC's headquarters is in Vienna. So we are importing petroleum, crude oil from OPEC countries and from Russia also. പിന്നെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. So this crude oil is very much essential for satisfying our energy needs, since India is a very big economy and we are expanding at a very big pace as compared to other nations. Our energy requirement is growing day by day, so we cannot curb our energy needs. So അതുകൊണ്ട് തന്നെ നമ്മളുടെ പെട്രോളിയം ഇമ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ക്യാൻ റെസ്ട്രിക്ട് ഗോൾഡ് ഇമ്പോർട്ട്. പക്ഷെ അതും ഒരു നല്ല ഒരു എക്കണോമിക്സ് അല്ല നമ്മൾ ഗോൾഡിന്റെ ഇമ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നത്. അതിന് പകരം ചില ഇന്നോവേറ്റീവ് മെത്തേഡ്സ് ഒക്കെ ഗവൺമെന്റ് ഈ ഇടയ്ക്ക് അഡോപ്റ്റ് ചെയ്തായിരുന്നു. അതും ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ചെയ്ത് SGB എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ പിന്നെ പറയാം. സോവറിൻ ഗോൾഡ് ബോണ്ട്, അത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്വർണം ഫിസിക്കലി ബൈ ചെയ്യാതെ ഗവൺമെന്റിന്റെ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഉള്ളൊരു ഓപ്ഷൻ ആയിരുന്നു. അതിപ്പോൾ ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്തു ആ സ്കീം. ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ഗോൾഡ്, ക്രൂഡ് ഇതൊക്കെ ആണ് നമ്മളുടെ ഇമ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൂട്ടുന്ന സാധനങ്ങൾ. ഇതിന്റെയൊക്കെ ഇമ്പോർട്ട് കൂടുമ്പോൾ നമ്മളുടെ ഇമ്പോർട്ടിന്റെ വാല്യൂവും കൂടും. എക്സ്പോർട്ട് നമ്മൾ വേരിയസ് തിങ്സ് വി ആർ എക്സ്പോർട്ടിങ്. നമ്മളുടെ ഫുഡ് ഗ്രെയിൻസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളുടെ എഞ്ചിനീയറിംഗ് എക്യുപ്മെന്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, IT റിലേറ്റഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള വാല്യൂ എപ്പോഴും പക്ഷെ നോക്കുമ്പോൾ ഇമ്പോർട്ട് ആയിരിക്കും കൂടുതൽ. കാര്യം അതിന് മെയിൻ കാരണം നമ്മളുടെ ഈ പെട്രോളിയത്തിന്റെ ഒക്കെ ക്രൂഡ് ഓയിലിന്റെ ഒക്കെ ഇമ്പോർട്ടാണ്. പക്ഷേ അപ്പൊ ഇമ്പോർട്ട് ടു എക്സ്പോർട്ട് എന്നുള്ള വാല്യൂ ഡിഫറൻസ് നമുക്ക് എക്സ്പോർട്ട് കുറവായതുകൊണ്ട് എപ്പോഴും ഡെഫിസിറ്റ് ആയിരിക്കും. അതിന് നമ്മൾ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയും. ഈ ട്രേഡ് ഡെഫിസിറ്റ് ആക്ച്വലി കുറഞ്ഞു വരണം. അപ്പൊ ഇപ്പൊ നോക്കുമ്പോൾ കഴിഞ്ഞ 42 മന്ത്സിലെ ഏറ്റവും കുറഞ്ഞ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. $14.5 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ഇപ്പൊ നമുക്കുള്ളൂ. അത് ഏതാണ്ട് $22.9 ബില്യൺ ആയിരുന്നു ജാനുവരിയിലൊക്കെ. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് കുറഞ്ഞു. $14.5 ബില്യൺ ആയിട്ട് ഇപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് കുറയും. ദാറ്റ് ഈസ് ഓൾവേസ് ഗുഡ്. ദ ട്രേഡ് ഡെഫിസിറ്റ് ഷുഡ് ബി ഓൺ എ ലെസർ സൈഡ്. ദാറ്റ് വിൽ ബി ഗുഡ് ഫോർ അവർ എക്കോണമി. നമ്മളുടെ എക്സ്പോർട്ട് കൂടുമ്പോഴും ഈ ട്രേഡ് ഡെഫിസിറ്റ് കുറയും, അല്ലെങ്കിൽ ഇമ്പോർട്ട് കുറയുമ്പോഴും ട്രേഡ് ഡെഫിസിറ്റ് കുറയും. ഇവിടെ ഇപ്പൊ ഇമ്പോർട്ട് കുറഞ്ഞിട്ട് ട്രേഡ് ഡെഫിസിറ്റ് കുറഞ്ഞേക്കുന്നത്, അല്ല എക്സ്പോർട്ട് വലുതായിട്ട് കൂടിയത് കൊണ്ടല്ല. അപ്പൊ എന്തായാലും ഞാനത് ആ ഒരു ന്യൂസ് വലുതായിട്ട് ഉള്ളത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. Then next news, trade discussions with the US positive, says official. Official is Commerce Secretary of India. Commerce Secretary of India is Sunil Bartwal is the Commerce Secretary of India, and India's Commerce Ministry is Piyush Goyal. So we all know that India is actually engaging in a very proactive discussion with USA for improving our bilateral trade to $500 billion by 2030. By 2030, India wants to enhance our bilateral trade between India and USA to $500 billion. It is now around 200 something billion dollars. അതിപ്പോ 200 ബില്യൺ ഡോളേഴ്സേ ഉള്ളൂ. അതാണ് $500 ബില്യൺ ആയിട്ട് അടുത്ത 5 വർഷം കൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്നത്. So that is one thing. Another thing is we are trying to make a free trade agreement with the USA very soon.
as a first step, India want to finalize a bilateral trade agreement with the USA in this year itself, before December. For that, India and the USA is now engaging in various kinds of discussion on trade related matters. അതിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ വേറെ ഒന്നും ഭയങ്കര കാര്യങ്ങളായിട്ട് പറയാനില്ല. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇന്ത്യ ന്യൂസിലാൻഡ് to institutionalize defense ties, Modi. New Zealand Prime Minister is Christopher Luxon. Who is Prime Minister of New Zealand? Christopher Luxon. He is in India now. Actually, he inaugurated a very prestigious event of India yesterday. That event is known as Raisina Dialogue. Raisina Dialogue is a dialogue of various stakeholders. Means India will invite our friendly nations, foreign ministers and heads of the states for attending this dialogue process in each and every year. This is modeled on the ആക്ച്വലി ഇത് മോഡൽ ചെയ്തിരിക്കുന്നത്, നമ്മൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ സിംഗപ്പൂരിൽ ഷാങ്ഗ്രി ലാ ഡയലോഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സിംഗപ്പൂർ ഗവൺമെന്റ് ആണ് നടത്തുന്ന ഷാങ്ഗ്രി ലാ ഡയലോഗ്, അത് സിംഗപ്പൂരിൽ. പിന്നെ ജർമ്മനിയിൽ മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസ്. Actually, Shangri-La dialogue is in Singapore and Munich security dialogue is in Germany. Based on those two dialogues happening in Singapore and Germany, India also started our own dialogue initiative, that is Raisina Dialogue. Every year in New Delhi, this dialogue process is being arranged by our External Affairs Ministry. In association with Observer Research Foundation. എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ അതൊരു NGO കൈൻഡ് ഓഫ് സംഭവമാണ്, അല്ലെങ്കിൽ ഒരു തിങ്ക് ടാങ്ക് ആണ് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ. അപ്പൊ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഇൻ അസോസിയേഷൻ വിത്ത് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ ഈച്ച് ആൻഡ് എവറി ഇയർ conducting this Raisina Dialogue. This year that Raisina Dialogue started in New Delhi yesterday. And New Zealand's Prime Minister Christopher Luxon was the chief guest of that event and he inaugurated that event. മനസ്സിലായോ? അപ്പം അതിന് പങ്കെടുക്കാൻ വന്നപ്പോൾ മോദി അദ്ദേഹമായിട്ട് ബയലാറ്ററൽ ടോക്ക് നടത്തി. അപ്പോൾ ബയലാറ്ററൽ ടോക്ക് നടത്തിയപ്പോൾ ഇന്ത്യക്ക് ന്യൂസിലാൻഡുമായിട്ട് ഫ്രണ്ട്ലി റിലേഷൻ ഉള്ള രാജ്യമാണ്. അപ്പം നമ്മളുടെ ഡിഫൻസ് റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി നേവൽ റിലേഷൻഷിപ്പ്, മാരിടൈം കോർഡിനേഷൻ, ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനെക്കുറിച്ചൊരു ന്യൂസാണ്. Okay. Rajnath raises SFJ issue with Gabbard. Who is Gabbard? Tulsi Gabbard. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോയിൽ തുൾസി ഗബാർഡിനെ കുറിച്ച് പറഞ്ഞാണ്. തുൾസി ഗബാർഡ് US Director of National Intelligence ആണ്. US Director of National Intelligence. Tulsi Gabbard is in India to attend an international intelligence summit. That is also being hosted by India only. അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ആണ് അതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കാനാണ് തുളസി ഗബാർഡ് ഇന്ത്യയിൽ വന്നത്. അപ്പോൾ സിഖ് ബേസ്ഡ് ആയിട്ടുള്ള ടെററിസ്റ്റുകൾ അവിടെ ഇരുന്നുകൊണ്ട്, അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു ഇഷ്യൂ രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ, തുളസി ഗബാർഡുമായിട്ട് ടേക്കപ്പ് ചെയ്യുന്നുള്ളൊരു ന്യൂസാണ്. ഓക്കെ, നെക്സ്റ്റ് പേജ് സ്റ്റേറ്റ്സ് പേജിൽ ഈ പേജിൽ നമുക്കൊന്നും പറയാനൊന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇവിടെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നമ്മൾ പറഞ്ഞു പോവാം. ചീറ്റ ജെമിനി 4 cubs released into wild in Kuno National Park. അറിയാലോ, പ്രോജക്ട് ചീറ്റ. ഇന്ത്യ ഗവൺമെന്റ് is implementing Project Cheetah in Kuno National Park, Madhya Pradesh. That's why now Kuno National Park is gaining national prominence. ഈ പ്രോജക്ട് ചീറ്റയിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ നമീബിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചീറ്റകളെ കൊണ്ടുവന്ന് അവിടെ ഈ കൂനോ നാഷണൽ പാർക്കിൽ കൊണ്ടുവന്നിട്ട് അവിടെ നമ്മളുടെ ഹാബിറ്റാറ്റുമായിട്ട് അതിനെ ഇണങ്ങിയതിന് ശേഷം വൈൽഡിലേക്ക് തുറന്നുവിടുക. അതാണ് സംഭവിച്ചത്. 17 ചീറ്റാസിനെ ഓൾറെഡി ഇപ്പൊ അങ്ങനെ നാഷണൽ പാർക്കിൽ നിന്ന് ആ വൈൽഡ് ഫോറസ്റ്റിലേക്ക് തുറന്നു വിട്ടു. ഇപ്പൊ സഫാരിയൊക്കെ നടത്താൻ പോകുന്നവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചീറ്റാസിനെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനിയൊരു 8-9 ചീറ്റാസും കൂടെ അതല്ലാതെ
ഇതിൻ്റെ അകത്ത് ക്യാപ്റ്റിവിറ്റിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതിനെ പതുക്കെ സാഹചര്യങ്ങളോട് ഇണങ്ങുമ്പം ഈ വൈൽഡിലേക്ക് തുറന്നു വിടും. അതിനെക്കുറിച്ചൊരു ന്യൂസാണത്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പുതിയ നാഷണൽ പാർക്ക്, ഒരു ടൈഗർ റിസർവ് പുതുതായിട്ട് ഓപ്പൺ ചെയ്തല്ലോ. എക്സാമിനൊക്കെ ചോദിക്കാതെ എവിടെയാണെന്ന്. ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ going to be asked in the coming examinations. Which one is the newest tiger reserve of India? Madhav Tiger Reserve. ഏതാണ് Madhav Tiger Reserve? Where it is located? മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ടൈഗർ റിസർവ്സ് ഉള്ള സ്റ്റേറ്റ് ഏതെന്ന് ചോദിക്കാം. ദാറ്റ് ഈസ് മധ്യപ്രദേശ്. മധ്യപ്രദേശ് ഈസ് ഹാവിംഗ് കറന്റ്ലി 9 ടൈഗർ റിസർവ്സ്. 9 ടൈഗർ റിസർവ്സ് ആണ് മധ്യപ്രദേശിന് ഇപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്രക്കാണെന്ന് എൻ്റെ ഓർമ്മ 6 എണ്ണമാണെന്ന് തോന്നുന്നു. പിന്നെ കർണാടകയ്ക്കും തമിഴ്നാടിനും. SC indicates trial in Manipur cases may be held in Assam. അതായത് മണിപ്പൂർ റൈറ്റ് കേസ് അറിയാം. ആ മണിപ്പൂർ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വെരി സീരിയസ് ആയിട്ടുള്ള കുറെ കേസസ് ഫയൽ ചെയ്തിട്ടുണ്ട്. മർഡർ, റേപ്പ്, അതൊക്കെ വളരെ ഹീനിയസ് നേച്ചറിലുള്ള ക്രൈംസ് ആണ്. അപ്പൊ അതൊക്കെ അസാമിലായിരിക്കും അതിന്റെ കാര്യം. അസാമിലാണ് ഒരു കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇനിഷ്യൽ പ്രൊസീഡിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. സോ അസാമിൽ തന്നെ ആയിരിക്കും ആ കേസസ് എല്ലാം വിചാരണ നടത്താനും പോകുന്നതാണ്. കാര്യം മണിപ്പൂർ അസാമിലേക്ക് നല്ല കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് അതൊന്നും വലിയ പ്രോബ്ലം ഇല്ല. സോ ദാറ്റ് കേസസ് ട്രയൽ വിൽ ഹാപ്പൻ ഇൻ അസാം എന്നാണ് ഇന്നലെ സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത്. തുഷാർ മേത്ത, സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഇന്ത്യസ് സെക്കൻഡ് ഹയസ്റ്റ് ലോ ഓഫീസർ, ദാറ്റ് ഈസ് സോളിസിറ്റർ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ is the highest law officer of India, that is Venkataramani, and second highest law officer is Tushar Mehta, that is Solicitor General of India. He also requested for the same yesterday to Supreme Court. പിന്നെ ഗീതാ മിത്തലിന്റെ ഒരു പേര് ഇവിടെ പറഞ്ഞിട്ട് അതായിരുന്നു പഠിച്ചു വെച്ചാണ്. ഗീതാ മിത്തൽ ആണ് മണിപ്പൂരിലെ റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ദ വിക്ടിംസ് ഓഫ് എത്നിക് വയലൻസ് അവരെ കാര്യങ്ങൾ നോക്കി നടത്താൻ സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് ഗീതാ മിത്തൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ഗീതാ മിത്തൽ കമ്മിറ്റി. ഓക്കെ. പിന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്ന, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്? സഞ്ജീവ് ഖന്നയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അപ്പോൾ അതൊരു വലിയ ന്യൂസ് ആയിട്ട് ഉണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ. അപ്പൊ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്ന ആണെന്നല്ല അത് അവർ വിധിയൊക്കെ പുറപ്പെടുവിച്ചു. വിധിയല്ല, അത് ചില ഡയറക്ഷൻസ് ആണ്. പിന്നെ SC in Telangana to be placed in 3 groups to provide 15% quota എന്നൊരു ന്യൂസ് ഉണ്ട്. അത് എന്തായാലും ആക്ച്വലി തെലങ്കാനയിൽ ഒരു സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് ഒക്കെ നടപ്പാക്കിയിട്ട്, ഒരു കാസ്റ്റ് സെൻസസ് എന്ന് വേണമെങ്കിൽ പറയാം, നടപ്പാക്കി തെലങ്കാനയിലെ OBC റിസർവേഷനും SC/ST റിസർവേഷനെ കൂട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ റിസർവേഷൻ ടോട്ടലി ഞാൻ കൂട്ടി വയ്ക്കുമ്പോൾ ഏതാണ്ട് 67% വരും. ഇപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അലോ ചെയ്യുന്ന റിസർവേഷൻ 50% ഉള്ളൂ. ആ 67% റിസർവേഷൻ എന്ന് പറയുന്നത് സിംബോളിക്കലി ഇങ്ങനെ ചെയ്യാന്നല്ലാതെ വൺസ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ചെയ്തല്ലാതെ കോടതികളിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടാൽ നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ്. ഈയിടയ്ക്ക് ബീഹാറിൽ കാസ്റ്റ് സർവേ ഒക്കെ നടത്തിയിട്ട് അവരങ്ങനെ റിസർവേഷൻ എൻഹാൻസ് ചെയ്തു. പക്ഷേ പാട്ന ഹൈക്കോർട്ട് അത് അഗെയിൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. സോ ഇറ്റ് ഈസ് നൗ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ എൻഹാൻസിങ് റിസർവേഷൻ എബവ് 50%. Constitutional stipulation is 50% reservation. So we can enhance the reservation above 50%, but for that we should make a constitutional amendment in the Indian Parliament. അല്ലാതെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ കോടതികളെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യും. പിന്നെ ഇതുകൊണ്ട് പൊളിറ്റിക്കൽ മൈലേജ് കിട്ടും ഇത് ചെയ്യുന്നവർക്ക്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്യാൻ ശ്രമിച്ചു, കോടതി സമ്മതിക്കാഞ്ഞിട്ടാണ്. വി ഹാവ് ദ സിൻസിയറിറ്റി ടുവേർഡ്സ് ദ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ദീസ് ബാക്ക്വേർഡ് ക്ലാസസ്, OBCs ആൻഡ് SC/STs എന്നൊക്കെ അവരെ മുന്നിൽ കാണിച്ചു. ദേ വിൽ give them vote and they can gain political mileage out of these activities. അതിനപ്പുറം എന്തെങ്കിലും ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രേവന്ത് റെഡ്ഡി is the chief minister of Telangana. ഓക്കെ. പിന്നെ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയൽ, First editorial, recipe for failure. That is the heading of today's editorial. This is about the attack by United States of America against the Houthis. Who is Houthi? Who is a part of Axis of Resistance. What is Axis of Resistance? Axis of Resistance is a group of militia organizations promoted and supported by Iran, like Hamas in Palestine, Hezbollah in Lebanon, Houthis in Yemen,
All these groups are known as axis of resistance. These all groups backers are Iran. അപ്പൊ ഇതില് ലെബനനിലെ ഹിസ്ബുള്ളയും ഹമാസ് പാലസ്തീനിലും അല്ലെങ്കിൽ ഗാസയിലും ഇസ്രായേൽ ഭയങ്കരമായിട്ട് നേരിടി അവർക്ക് കൊളാറ്ററൽ ഡാമേജസ് ഉണ്ടാവുകയും ചെയ്തു. ഹൂതീസ് ഓൾസോ വെയർ ടാർഗറ്റഡ് ബൈ ഇസ്രായേൽ, ബട്ട് അവർ ലാർജ്ലി അവര് സ്പെയർ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ വലുതായിട്ട് അവർ ടാർഗറ്റ് ചെയ്തില്ല. Now United States of America is targeting Houthis. Houthis is actually controlling a part of Yemen. Not the entire area of Yemen is ruled by these Houthi rebels, but a part of Yemen, the main parts of Yemen, especially capital Sana'a. Yemen's capital is Sana'a. Sana'a is also being ruled by Houthis only. But what is the trigger of this attack? You all know, after October 7, 2024, not 23, October 7, 2023, Israel started attacking Hamas, and for retaliating against Israel, these Houthi rebels, Hezbollah, etc., started attacking Israeli facilities also. At the same time, this Houthis started attacking Israeli-bound ships and Israel's friends ആയിട്ടുള്ള രാജ്യങ്ങളുടെ ഷിപ്സിനെയൊക്കെ റെഡ് സീലും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എവിടെ? റെഡ് സീൽ. But that caused some discomfort for all these nations. Rather than Israel, for all other friendly nations of Israel, this attack by the Houthi rebels in the Red Sea became very problematic. And it became very headache. Became a headache. അപ്പൊ അങ്ങനെ പലർക്കും ആ റെഡ് സീ വഴിയുള്ള റൂട്ടൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നിട്ട് വേറെ ലോങ് റൂട്ടുകളിലേക്ക് കൂടെയൊക്കെയാണ് അവരെ ഫ്ലൈറ്റ് ഒക്കെ ഷിപ്പിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് കൊണ്ടൊക്കെയാണ് ഇപ്പൊ അമേരിക്ക ഇപ്പം ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഇത് അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം വെസ്റ്റ് ഏഷ്യയിലെ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിന്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഒരു വാർ ഫ്രണ്ടും കൂടെ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രോബ്ലംസ് കൂടുതൽ രൂക്ഷമാകാൻ കാരണമാവും. രണ്ടാമത്, ഈ പറഞ്ഞ ഹൂതീസ് അത്ര ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സംഘടന അല്ല. കാര്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് Saudi Arabia is waging a war against Houthis for the last 8 to 10 years after capture of the capital of Yemen, Sana'a, by these Houthi forces. Saudi Arabia started attacking these Houthis because Houthis are Shia Muslims. Saudi wants to install a Sunni government in the capital Sana'a. So they started attacking Houthi rebels by using heavy force, but that was in vain. They grew in strength only. അവരുടെ അല്ലാതെ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ US-ന്റെ അറ്റാക്ക് എത്രത്തോളം ഇഫക്റ്റീവ് ആവുമെന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ ഓൾറെഡി ഈ ഹമാസുമായിട്ട് ഉണ്ടാക്കി, പിന്നെ ഇതുവഴി US ആഗ്രഹിക്കുന്നത് ഇറാന് ഒരു മെസ്സേജ് കൊടുക്കാനാണ്. കാര്യം ഇറാനെ വേണമെങ്കിൽ ഏത് നിമിഷവും US അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊരു മെസ്സേജ് കൊടുക്കാനാണെന്നും പറയുന്നുണ്ട്. കാര്യം ഇറാനുമായിട്ടൊരു ന്യൂക്ലിയർ അഗ്രിമെന്റ് ഉണ്ടാക്കാൻ ഡൊണാൾഡ് ട്രംപ് ഓപ്പൺലി ഇറാൻ ഗവൺമെന്റ് ഇപ്പൊ ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ ഇറാൻ റിജക്റ്റഡ് ദാറ്റ് ഐഡിയ. അതുകൊണ്ട് തന്നെ ഇറാന് നിങ്ങൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ഒരു മെസ്സേജ്, നിങ്ങളെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പഠിക്കുമല്ലോ എന്നൊരു മെസ്സേജ് ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ ജാബ് ഇൻ ടൈം എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ, അതങ്ങനെ വലിയ സീരിയസ് ആയിട്ട് പഠിക്കേണ്ടതല്ല. അതൊരു പബ്ലിക് അവയർനെസ്സിന് വേണ്ടി എഴുതിയിരിക്കുന്ന എഡിറ്റോറിയലാണ്. ബിക്കോസ് നമുക്ക് ഇന്ത്യയിൽ ഫ്ലൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ ഒക്കെ വരുന്ന ഒരു സീസണാണ് ഇനി അങ്ങോട്ട് വരാൻ പോകണം. അപ്പം അത് ഈ മാർച്ച് സമയത്തൊക്കെ ഈ ഇൻഫ്ലുവൻസയുടെ ഭയങ്കര ഇൻസിഡൻസസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ മൺസൂൺ ടൈമിലാണ് 2 സീസണിലെ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ഇന്ത്യയിലുണ്ടാകുന്നത്. ഈ ചൂടിന്റെ കൂടി നിൽക്കുന്ന സമയത്തും പിന്നീട് മഴക്കാലം വരുമ്പോഴും. അപ്പൊ ഈ ഇൻഫ്ലുവൻസ കൊണ്ട് ലാർജ്ലി അത് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷെ ഇപ്പോ വൾണറബിൾ ഗ്രൂപ്പുകളുണ്ട്, അതായത് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ, ഈ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ, ഈവൻ കുഞ്ഞു കുട്ടികളൊക്കെ, അവർക്കൊക്കെ ഈ ഇത് വലിയ പ്രോബ്ലം ആയേക്കാം. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ ഒക്കെ കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച്, ആ വാക്സിൻ സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ട് കൊടുക്കണോ? ഇപ്പൊ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിൽ പോയി ഇൻഫ്ലുവൻസയുടെ വാക്സിൻ എടുക്കാൻ പറ്റും.
ഫ്ലൂ വാക്സിൻ, ഞാൻ ഫ്ലൂ വാക്സിൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് സ്ഥിരമായിട്ട് എനിക്ക് തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം വരും. ഞാൻ അങ്ങനെ ഫ്ലൂ വാക്സിൻ എടുത്തു. അപ്പോൾ എനിക്ക് ഫ്ലൂ അങ്ങനെ വരുന്നില്ല, പക്ഷേ തൊണ്ടയുടെ പ്രോബ്ലം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സ്വന്തം പൈസ വിളിക്കുക. അതല്ലാതെ സ്റ്റേറ്റ് ഫണ്ടഡ് ഫെസിലിറ്റീസ് ഉപയോഗിച്ച് നമ്മളുടെ എൽഡർലി അതുപോലെ വൾണറബിൾ പോപ്പുലേഷൻസ് വർക്കൊക്കെ ഇൻഫ്ലുവൻസറുടെയൊക്കെ വാക്സിൻ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. അതിനപ്പുറം അത് വലിയ ഒരു കറണ്ട് അഫയേഴ്സ് അതിൽ ഡിസ്കസ് ചെയ്യില്ല. അത് വായിച്ചു നോക്കുക എന്തായാലും. പിന്നെ ശശി തരൂർ ഇതിലൊരു ആർട്ടിക്കിൾ ചെയ്തിട്ടുണ്ട്, ലാൻഡ് വെയർ അംബിഷൻ ഗ്രോസ് മൈനസ് ആൻ ഔട്ട് ബൗണ്ട് ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട്, ശശി തരൂരിനെ ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്, പക്ഷെ ഇതിൽ കുറച്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ US-ലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരുടെ മൈഗ്രേഷൻ, ലീഗൽ മൈഗ്രേഷൻ ഈസ് ദെയർ ആൻഡ് ഇല്ലീഗൽ മൈഗ്രേഷൻ ഈസ് ദെയർ. And these illegally migrated persons are having no valid documents with them. So around 750,000 Indians are illegal migrants in USA. They are having no valid documents. So naturally the government will be forced to deport them back to their original countries. അപ്പോൾ അതിന് അവർ ഉപയോഗിച്ച ഹാൻഡ് കഫിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിൽ ഹാൻഡ് കഫിങ്ങിനെ എതിർക്കുന്നവരുടെ ഒരു എക്സാമ്പിൾ എനിക്ക് പറയാൻ വളരെ എന്ന് വെച്ചാൽ, ഈ 3rd ഫ്ലൈറ്റ് US നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിലൊരു കൊലപാതക കേസിലെ പ്രതി ഉണ്ടായിരുന്നു. ഈ കൊലപാതക കേസിലൊരു പ്രതിയിലൂടെ ഒരു വിമാനത്തിൽ യാത്ര എനിക്ക് പേടിയാണ്. അയാൾ ഏത് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല, ഒരു അക്രമവാസനുള്ള ആൾ. അപ്പൊ അങ്ങനെയുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ള കേസസിൽ അവരെയൊക്കെ ഹാൻഡ് കഫ് ചെയ്യേണ്ടി വരത്തില്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, മിലിറ്ററി പിള്ളേരെ കൊണ്ടുവരണമെങ്കിൽ അതിലൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ ഉണ്ട്, അതനുസരിച്ച് അവരങ്ങനെ ഉണ്ട്. പിന്നെ നമുക്ക് വേറെ രാജ്യത്തേക്ക് ഇല്ലീഗലായിട്ട് കയറുന്ന ആൾക്കാർ അവിടെ നിന്ന് പൂമാലിട്ട് കൊണ്ടുവരണം നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ അതല്ല പറയാൻ വന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഗവൺമെന്റിനെ ഒരു ടേക്കപ്പ് ചെയ്യാം, നമ്മളെ നാഷണൽ പ്രൈഡിനെ ഹേർട്ട് ചെയ്യുന്നെങ്കിൽ. പക്ഷെ അതിനേക്കാൾ ഹേർട്ട് ചെയ്യത്തില്ല ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കള്ളന്മാരെ പോലെ നമ്മൾ ഇല്ലീഗലി കയറി ചെല്ലുമ്പം. അതും നാഷണൽ പ്രൈഡിനെ ഹേർട്ട് ചെയ്യുന്ന കാര്യമല്ലേ? അപ്പം എന്തായാലും അതൊന്നും അല്ല എനിക്കിത് പറയാനുള്ളത്. ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് മാത്രം US-ലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ശശി തരൂരിന്റെ ഈ ആർട്ടിക്കിൾ തന്നെ പറയുന്നുണ്ട്. 1 കോടി രൂപ വരെ ഈ ഏജന്റുമാർക്ക് കമ്മീഷൻ കൊടുത്തിട്ട് ഇവർ പലരും US-ലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. കാനഡയിൽ നിന്ന് US-ലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഫാമിലിയുടെ 3-4 പേര് എക്സ്ട്രീം കോൾഡിൽ മരിച്ച ഒരു സംഭവം ഉണ്ട്. അത് ഈ പറയുന്നുണ്ട് ആർട്ടിക്കിൾ. 2022 നടക്കുന്നത്. ഇവർ ഗുജറാത്തിലെ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ആൾക്കാരായിരുന്നു. അതായത് ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ചെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. അവരെന്തിനു US-ലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്? അപ്പൊ ഗ്രീഡ്. അത് ഇല്ലീഗലിയാണ്. ലീഗലി ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഗ്രീഡ് കൊണ്ടാണെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാം. ഇല്ലീഗലി മൈഗ്രേറ്റ് ചെയ്ത ഒരു ഫാമിലി അവർ കാനഡയിൽ നിന്ന് US-ലേക്കുള്ള അവർ ട്രാൻസിറ്റിന്റെ സമയത്ത് ബിക്കോസ് ഓഫ് എക്സ്ട്രീം കോൾഡ് ദേ ഓൾ വെർ കിൽഡ്. ഓക്കെ, സോ those persons, if we go to the family roots of those persons or economic status of those persons, they were rich people in India. They migrated to USA for making more money out of their greed എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്ത്യയിലെ ഒരു പൈസ ഇല്ലാത്തവരത്തെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ അങ്ങോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തവരാണെങ്കിൽ ഓക്കെ. അതും ഇത് പറഞ്ഞുകൊണ്ട് തരൂരുണ്ട് ഈ ആർട്ടിക്കിളിൽ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് എനിക്ക് പൊതുവെ യോജിപ്പൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ വായിച്ചു നോക്ക്. ന്യൂഡൽഹിസ് പെരിലിയസ് റീകാലിബ്രേഷൻ വിത്ത് താലിബാൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. ഇതിൻ്റെ അകത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നെ അറിയാവുന്നതാണ്, താലിബാനുമായിട്ട് ഇന്ത്യ പൊതുവെ അങ്ങനെ എൻഗേജ്മെന്റ്സ് ഒന്നും മുമ്പ് ചെയ്യാറില്ലായിരുന്നു. താലിബാന് പൊതുവെ നമ്മളൊരു ടെറർ ഓർഗനൈസേഷൻ ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. ഈ ഇനിഷ്യലി താലിബാൻ ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാനെ ഭരിച്ചിട്ടുണ്ട്, ഒരു 2000 കാലഘട്ടത്തിലൊക്കെ. പിന്നെ നൗ ആഫ്റ്റർ ദിസ് Taliban USA war, which ended in 2021-22 period, again Taliban took over the reins of Kabul, the capital of Afghanistan. But at that time, India's mentality towards Taliban somewhat changed. അതിനൊരു കാരണമുണ്ട്. ഇന്ത്യ invested a lot of money in Afghanistan for building infrastructure, and we generated a lot of goodwill among the common people of Afghanistan. നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാരെ ആൾക്കാരുടെ ഇടയിൽ ഇന്ത്യയോട് ഭയങ്കര സ്നേഹമുള്ള രാജ്യമാണ് അവിടുത്തെ ജനങ്ങൾ.
അത് മാത്രമല്ല, വി ഇൻവെസ്റ്റഡ് എ ലോട്ട് ഓഫ് എമൗണ്ട് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ. വി only built the parliament building of Afghanistan free of cost. We built a dam, India-Afghan friendship dam. The name of that dam is India-Afghan friendship dam. Around 500 or 600 crores India spent for building that dam, and a lot of roads, rail tracks, everything India built in Afghanistan as a goodwill gesture. താലിബാൻ ടേക്ക് ഓവർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതൊക്കെ നടന്ന. താലിബാൻ ടേക്ക് ഓവർ ചെയ്തപ്പോൾ അതൊക്കെ അങ്ങ് സ്റ്റോപ്പ് ആയിപ്പോയി. പാകിസ്ഥാൻ അവിടെ ഇൻഫ്ലുവൻസ് കൂടുന്ന നമ്മൾ വിചാരിച്ചത്. പക്ഷേ നമുക്ക് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഗുഡ്വിൽ, അതൊക്കെ നമുക്ക് അവിടെ ഉപേക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് ഗവൺമെന്റ് പതുക്കെ ഇന്ത്യയുടെ എംബസി അവിടെ ഓപ്പൺ ചെയ്തു. ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, അത് ഇടയ്ക്ക് വെച്ച് ക്ലോസ് ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്തു. ഇപ്പോൾ താലിബാന്റെ ഒരു എൻവോയി ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാന്റെ എംബസിയിലേക്ക് വരാൻ ഇന്ത്യ അനുവദിക്കുന്നതിന്റെ ഏതാണ്ട് ഘട്ടത്തിലെത്തിയെന്നാ പറയുന്ന. ഈ ഇടയ്ക്ക് ഖത്തറിൽ വെച്ച് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി താലിബാന്റെ മിനിസ്റ്ററുമായിട്ട് മീറ്റ് ചെയ്തു. അപ്പൊ ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ മീറ്റിംഗ് ഈ വ്യക്തി പറഞ്ഞേക്കുന്നത്. അപ്പൊ ചെയ്യാൻ പാടില്ലാത്ത അവരുടെ ആന്റി വിമൻ പോളിസീസ് മൂലം, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ തെഹരീക്കി താലിബാൻ എന്ന് പറയുന്ന പാകിസ്ഥാനി താലിബാന് ഈ അഫ്ഗാൻ താലിബാന് കൊടുക്കുന്ന സപ്പോർട്ടിന്റെ പേരിലൊക്കെ ഇന്ത്യ അവരെ ഒറ്റപ്പെടുത്തണമെന്നാണ്. എന്തിന്? നമുക്ക് നമ്മളുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആവരുത്. നമുക്ക് അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയതിനു ശേഷം അവരുടെ മുകളിൽ നമുക്കൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രമിക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡിപ്ലോമസിയിൽ നമുക്ക് നമ്മളുടെ രാജ്യത്തിന്റെ താല്പര്യം ഏറ്റവും വലുത് എന്ന് പറയുന്നത്. ചൈന ഓൾറെഡി opened their embassy in Afghanistan, and now they are trying to rope in Taliban government in their prestigious BRI project. Belt and Road Initiative എന്ന് പറഞ്ഞ ചൈനയുടെ അല്ലെങ്കിൽ സിൽക്ക് റോഡ് പ്രോജക്ട് എന്ന് അറിയപ്പെടുന്ന ചൈനയുടെ പ്രോജക്റ്റിലേക്ക് താലിബാൻ ഗവൺമെന്റ് അഫ്ഗാനിസ്ഥാൻ അവർ കൊണ്ടുവരാൻ പോയാ. സോ ദേ മേഡ് എ വെരി ബിഗ് ഇൻഫ്ലുവൻസ് ഇൻ ദ അഫ്ഗാനിസ്ഥാൻ. അപ്പൊ ഇന്ത്യ മാറിയിരിക്കണോ? ഇപ്പൊ മ്യാൻമറിൽ പട്ടാളം അല്ലേ ഭരിക്കുന്നത്. മ്യാൻമറിലെ ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്തുകൊണ്ടാണ് പട്ടാളോടെ ഭരണം പിടിച്ചെടുത്തത്. എന്നിട്ട് ഇന്ത്യ മ്യാൻമറുമായിട്ട് ബന്ധം വയ്ക്കുന്നുണ്ടല്ലോ. ബിക്കോസ് അവർ നാഷണൽ ഇൻട്രസ്റ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. ബിക്കോസ് Myanmar is having a long boundary with Manipur and some other northeastern states. If India disassociated from the military government in Myanmar, it will adversely affect our security in the northeastern region. So government is now silent on the democratic ഈ ഡെമോക്രസിയൊക്കെ അവിടെ നിന്ന് ഓവർത്രോ ചെയ്തുകൊണ്ട് മ്യാൻമറിൽ പട്ടാള ഭരണം പിടിച്ചിരുന്നതിന് ഇന്ത്യ സൈലന്റ് ആയ സമയത്ത് അവിടേക്ക് ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റ് കൂടെ നോക്കണ്ടേ. അപ്പൊ ഇത് ഈ പറഞ്ഞേക്കുന്നതിൽ നമ്മൾ താലിബാനായിട്ട് ബന്ധം വെക്കണം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ഉണ്ടാക്കിയ ഗുഡ് വിൽസ് എല്ലാം നമുക്ക് നഷ്ടപ്പെടും. അവിടെ ചൈന ഓൾറെഡി ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അവിടെ ചെറിയൊരു ഇൻഫ്ലുവൻസ് എങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. തെഹരീക്ക് താലിബാന് അഫ്ഗാനിസ്ഥാൻ സപ്പോർട്ട് കൊടുക്കുന്നത് പാകിസ്ഥാനാണ് നോക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ അതിന്റെ പേരിൽ നമ്മൾ താലിബാനായിട്ട് ബന്ധം വെക്കാതിരിക്കുന്ന കാര്യം എന്ത്? താലിബാനെ വളർത്തിയതും പാകിസ്ഥാനാണ്. അപ്പൊ അതിന്റെ ദോഷം അവർ തന്നെ അനുഭവിക്കണ്ടേ. പിന്നെ ബാരിയേഴ്സ് ഫേസ്ഡ് ബൈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് നമ്മൾ ഇന്ത്യൻ GDP-യിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരു സെക്ടറാണ് കൺസ്ട്രക്ഷൻ സെക്ടർ. അവിടുത്തെ ജോലിക്കാർ, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫേസ് ചെയ്യുന്ന കുറെ പ്രോബ്ലംസിനെ കുറിച്ച് നല്ലൊരു ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചു നോക്കൂ. അപ്പം ഇന്ത്യൻ GDP-യിലേക്ക് 9% കോൺട്രിബ്യൂഷൻ വരുന്ന അവിടെ നിന്നാണ്. അപ്പം കുറച്ച് സിസ്റ്റമിക് പ്രോബ്ലംസ് ഉണ്ട്. അതില് എംപ്ലോയീസിന് ബെനിഫിറ്റ്സ് കിട്ടുന്നതിലൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ. എംപ്ലോയീസിന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 70,000 crores 70,000 കോടി രൂപ ഇന്ത്യയിലെ വേരിയസ് സ്റ്റേറ്റ്സുകൾ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ കൊടുക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് സം റീസൺസ്. ആ റീസൺസ് അതിൻ്റെ അത് പറയുന്നു. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഹിന്ദുവിൽ നിങ്ങൾ ഡിസ്കസ്. പിന്നെ വൈ ആർ ഇലക്ട്രൽ റിഫോംസ് നെസസറി എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അതെനിക്ക് രാവിലെ വായിക്കാൻ ടൈം കിട്ടിയില്ല. അത് നിങ്ങൾ വായിച്ചോളൂ. എനിക്ക് ഇപ്പൊ സമയമില്ല ഡിസ്കസ് ചെയ്യാൻ. കാരണം ഞാൻ ഓൾറെഡി വായിക്കാനും എനിക്ക് ടൈം കിട്ടിയില്ല. വായിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ ആയിരിക്കത്തേ ഉള്ളൂ. നമ്മൾ ഇലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ റിഫോംസ് എന്തുകൊണ്ടാണ് ആവശ്യം എന്നുള്ളത് ഒന്ന് വായിക്കാൻ നമുക്ക് പിടികിട്ടുന്നേ ഉള്ളൂ. പിന്നെ വയലൻസ് ബജ്രംഗ് ദൾ VHP പ്രൊട്ടസ്റ്റ് ഇൻ നാഗ്പൂർ. ഈ സംഭാജി നഗർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഒരു സ്ഥലമുണ്ട് മഹാരാഷ്ട്രയിൽ. അവിടെ ഔറംഗസേബിന്റെ ഒരു ടോംബ് ഉണ്ട്. അപ്പൊ ഈ ഔറംഗസേബിന്റെ മുഗൾ റൂളർ ആയിരുന്നു, അദ്ദേഹം ക്രൂവലായിരുന്നൊക്കെയാണ് പറയുന്നത്.
ഇപ്പൊ പുള്ളിയുടെ ആ ടോം അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള ഒരു ചർച്ച ഇപ്പം മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെയാണ് ആ ന്യൂസിൽ പറയുന്നത്. അതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല തൽക്കാലം. ചൈന വെൽക്കംസ് മോഡിസ് കമന്റ്സ് പോയിന്റ് ടു 2000 ഇയർ ഹിസ്റ്ററി ഓഫ് ടൈസ് എന്നൊരു ന്യൂസ് കാണാം. വേറെ ഒന്നല്ല, ഈ ഒരു പോഡ്കാസ്റ്റ് ഇന്നലെ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് മോദി ഒരാളുമായിട്ട് നടത്തിയത് പിന്നീട് ഇന്നലെ റിലീസ് ആയിട്ടുണ്ട്. അതിൽ മോദി ചൈനയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച്, അതിലിപ്പോ പോസിറ്റീവായിട്ട് ഇപ്പോൾ ഉണ്ടായ ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ദാറ്റ് വാസ് യെസ്റ്റർഡേ അപ്രീഷിയേറ്റഡ് ബൈ ദ ചൈനീസ് ഫോറിൻ മിനിസ്ട്രി. ദാറ്റ് ഇസ് എ ന്യൂസ്. അപ്പൊ അത് നമുക്കറിയാം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ളത് ഉണ്ടാവാൻ കാരണം വേറെ ഒന്നുമല്ല. After 2020, in 2020, during the COVID time, Chinese PLA, People's Liberation Army, Chinese army, actually they occupied some parts of ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ അവരത് ക്രോസ് ചെയ്ത് ഇന്ത്യയുടെ ചില ഗാൽവൻ മേഖലയിലൊക്കെ അവർ ട്രാൻസ്ഗ്രഷൻസ് നടത്തി. സോ ദാറ്റ് ആൻഡ് സം ഓഫ് ഇന്ത്യൻ BSF men were also killed by Chinese PLA. So all those problems created a hurdle in India-China peaceful coexistence, and India insisted for the complete withdrawal of PLA, People's Liberation Army, from the occupied areas. Initially they were hesitant. Around 4 years, India made several rounds of informal discussions with the Chinese government and the Chinese military for the disengagement of their PLA, People's Liberation Army soldiers from the occupied areas. But that was not happened. But in 2024 end, during the BRICS meeting time, Indian Prime Minister Narendra Modi held discussion with Chinese President Xi Jinping in Kazan, Russia. Russia was the host country of this year's BRICS summit, and there were some promises from the Chinese side for disengagement, and they are by and large sticking to those promises. About our disengagement process ഒക്കെ ഇപ്പം നടക്കുന്നുണ്ട്. So after that, India's NSA, National Security Advisor Ajit Doval, met Chinese counterpart in China, and India's External Affairs Minister Jaishankar met his Chinese counterpart Wang Yi in China, and also India's Foreign Secretary Vikram Misri went to China for further discussions about this improvement in India-China relationship. അതെല്ലാം കൊണ്ട് ഇന്ത്യയുടെ കൈലാസ് മാനസരോവർ യാത്ര, ഈ കൈലാസ് മാനസരോവർ എന്ന് പറഞ്ഞാൽ ടിബറ്റിലാണ്. അപ്പോൾ അതിന്റെ ചൈനയുടെ വിസയൊക്കെ വേണം. അപ്പോൾ അത് ചൈനക്കാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ സമ്മതിച്ചു. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ വിസകൾ കൂടുതൽ കൊടുക്കാൻ സമ്മതിച്ചു. അങ്ങനെ പൊതുവെ റിലേഷൻഷിപ്പ് വീണ്ടും നോർമൽ ആയി. അതിനെ കുറിച്ച് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ വേറൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ റെയിൽവേസ് ഈസ് ഇൻ ഗുഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻ, മിനിസ്റ്റർ ടെൽസ് ഹൗസ് എന്നൊരു ന്യൂസ് കാണാം. ഇന്ത്യൻ റെയിൽവേയുടെ മിനിസ്റ്റർ ആരാണ്? അശ്വനി വൈഷ്ണവ് ആണ്. അപ്പൊ ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇപ്പൊ 2.5 lakhs crores ആണ് ഈ വർഷം മാറ്റി വെച്ചേക്കുന്നതെന്നാ പറഞ്ഞേക്കുന്നത്. പ്രീവിയസ്ലി ബിഫോർ 10 years it was only 25,000 crores. Before 10 years it was only 25,000 crores. Now after 10 years that amount has been increased 10 times to 2.5 lakhs crores. അത് മാത്രമല്ല, റെയിൽവേ അവരുടെ വരുമാനം 2.78 lakh crore ഉണ്ടെന്നും അവരുടെ ചെലവ് 2.75 lakh crore ആണെന്നും, അപ്പൊ അവരുടെ വരുമാനത്തിൽ തന്നെ അവരെ ഫുൾ ചെലവ് നടത്താൻ പറ്റുന്നുണ്ട്. സോ റെയിൽവേ ഈസ് ഇൻ എ ഗുഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻ. നൗ ദേ ആർ ഗെറ്റിംഗ് എ സേവിങ്സ് ഓൾസോ. അതിനെ കുറിച്ചൊക്കെയാണ് ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. അശ്വിനി വൈഷ്ണവ് ഇന്നലെ പാർലമെന്റിലെ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ബഡ്ജറ്റ് സെഷന്റെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളാണ്. പിന്നെ വേറെ ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതല്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ സുപ്രീം കോടതിയിലെ പുതിയൊരു ജഡ്ജി ഓത്ത് ടേക്കിംഗ് സെറിമണി നടത്തുന്ന ഫോട്ടോ നിങ്ങൾക്ക് കാണാം. അത് നമുക്ക് വേണ്ട. സുപ്രീം കോടതിയിലെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 34 judges ആണ്, ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. Including Chief Justice of India, the total number of judges in Supreme Court is 34. Now only 33 judges are there. One vacancy is there, and the government will immediately fill that vacancy. Okay. Opposition joins Muslim law board's protest on Waqf bill. Waqf
Amendment Bill 2024 that will be introduced in the Parliament very soon. I think in this budget session itself, in Parliament, this Waqf Amendment Bill 2024 will be introduced. And with the support of BJP's alliance partners like Janata Dal United, Chandrababu Naidu's TDP, etc., that will be passed in the Lok Sabha and Rajya Sabha. So opposition is actively trying to get support to defeat that bill. അതിനുള്ള സാധ്യത വളരെ കുറവ്. വഖഫ് അമെൻമെന്റ് ബില്ല് പാസ്സാവാനാണ് സാധ്യത പാർലമെന്റിൽ. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. പിന്നെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. BCI, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. എന്താ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ലീഗൽ പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. അഡ്വക്കേറ്റുമാരെ അവരുടെ പ്രൊഫഷനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നു. പിന്നെ പിന്നെ 10 years after ban, legal coal mining begins in Meghalaya. Meghalaya is a northeastern state and its capital is Shillong. Meghalaya's chief minister is Conrad Sakma. Conrad Sakma is the chief minister of Meghalaya. Meghalayil rat hole mining എന്ന് പറഞ്ഞ ഇല്ലീഗൽ പരിപാടി ഉണ്ടായിരുന്നു. അത് സുപ്രീം കോടതി ബാൻ ചെയ്തായിരുന്നു. സുപ്രീം കോടതി അല്ല, സോറി, NGT, National Green Tribunal, banned. NGT is a special court for environment related matters, since it is an activity detrimental to the environment. NGT, National Green Tribunal, banned this activity, rat hole mining in Meghalaya. ഇപ്പോൾ ദാ ലീഗൽ മൈനിങ് ഇന്നലെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, വർഷങ്ങൾക്ക് ശേഷം, 10 വർഷത്തിന് ശേഷം. അതിന്റെ ഒരു ന്യൂസ് ആണ്. പിന്നെ CAG യെ കുറിച്ചൊരു ന്യൂസ് ആണ്. CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ഇക്വലന്റ് ആയിട്ടുള്ള പോസ്റ്റ് ആണ്. ഓഡിറ്റർ ആണ് ഞാൻ, പക്ഷെ അതിന്റെ ഇവിടെ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 148 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് CAG അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 148. അപ്പൊ CAG യെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 148. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ സെയിം പവർ ആണ് എന്നാ ഇതിന്റെ അത് പറയാം. ആർട്ടിക്കിൾ 148 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈക്വേറ്റ്സ് CAG വിത്ത് സുപ്രീം കോടതി ജഡ്ജ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അറിഞ്ഞു വെച്ചേക്കുക. ആർട്ടിക്കിൾ 148 CAG അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ പറയുന്നത്. ഇപ്പൊ ഇപ്പോഴത്തെ CAG സഞ്ജീവ് മൂർത്തിയാണ്. സഞ്ജീവ് ആണോ സഞ്ജയ് ആണോ? ഒരു സെക്കൻഡ്, സഞ്ജീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സോറി, സഞ്ജയ് മൂർത്തി ഇസ് ദ ചീഫ് ജസ്റ്റിസ്, സോറി, CAG ഓഫ് ഇന്ത്യ. ആ പേര് പഠിച്ചു വെച്ചാൽ സഞ്ജയ് മൂർത്തി ഇസ് ദ Comptroller and Auditor General of India. CAG means Comptroller and Auditor General. പിന്നെ ഇന്ത്യയിലെ ബിസിനസ് പേജിൽ വരുമ്പോ നമുക്ക് ആകെ ഒരു കാര്യം ഇത് പറയാനുള്ളൂ. WPI inflation increased to 2.38%. What is WPI? Wholesale Price Index. I think in the last week I discussed with you about our current IAP figures. IAP means index of, sorry, not IAP, CPI, Consumer Price Index. Consumer Price Index is used for calculating retail inflation in India. For calculating retail inflation in India, CPI, Consumer Price Index, is being used. For calculating wholesale inflation, WPI, Wholesale Price Index, is using in India. അപ്പോൾ WPI കൂടി, പക്ഷേ CPI ഇപ്പോൾ വളരെ കുറവാണ്. 3.6% അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ. 4% ആണ് ഐഡിയൽ ഫിഗർ എന്ന് പറയുന്നത്. 4 ± 2 ആവാം. അപ്പൊ 4ലും താഴെ പോയി. അതാണ് RBIയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് 4% ആണ് ഐഡിയൽ ഫിഗർ, അല്ലെങ്കിൽ 4 ± 2. അപ്പൊ ഇപ്പം ആ ഫിഗറിലേക്ക് എത്തിയതിന്റെ താഴെ പോയി ഏത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അതേസമയത്ത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ശകലം കൂടിയിട്ടുണ്ട്. അത് വലിയ പ്രശ്നമൊന്നുമില്ല, അത്ര വലിയ പ്രോബ്ലം ഒന്നും അല്ലത്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇന്റർനാഷണൽ പേജാണ്. ഇന്ന് ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് ഓവർ ദ ഫോൺ ടു എൻഡ് യുക്രൈൻ വാർ. അപ്പൊ അത് ഒരു പോസിറ്റീവായിട്ട് അവസാനിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു 2-3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുക്രൈൻ വാർ അവസാനിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ യമനിൽ US നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്സ്, അത് ഞാൻ ഇത്രയും മുമ്പേ പറഞ്ഞോളൂ. ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ അതിനെ കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ചും ഒരു ന്യൂസ് അവിടെ കാണാം. പിന്നെ കാനഡയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി, അദ്ദേഹം ഇവിടെ ഫ്രാൻസ് പോയിട്ട് ഫ്രാൻസിന്റെ പ്രസിഡന്റായി ഇമാനുവൽ മാക്രോണിനെ മീറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ കാണാം. ഇമാനുവൽ മാക്രോൺ ഫ്രാൻസിന്റെ പ്രസിഡന്റ്, കാനഡയുടെ പ്രൈം മിനിസ്റ്റർ മാർക്ക്
കാർണി, മാർക്ക് കാർണി, ഹീസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ. പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആണിത്, സിറിൽ രാമഫോസ. സിറിൽ രാമഫോസ, സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് സിറിൽ രാമഫോസ. പിന്നെ ബംഗ്ലാദേശിന്റെ ലീഡർ മുഹമ്മദ് യൂനിസ് ചൈന വിസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ന്യൂസും കാണാം. പിന്നെ താഴോട്ട് വരുമ്പോൾ സ്പോർട്സ് ആണ്. യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകൾ, ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ലീഗ് പ്രീമിയർ ലീഗ്, സ്പാനിഷ് ഫുട്ബോൾ ലീഗ് ലാലിഗ, ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗ് സിരി എ, ജർമ്മൻ ഫുട്ബോൾ ലീഗ് ബുണ്ടസ് ലീഗ. ഇതിലേക്ക് ഡെവലപ്മെന്റ്സിനെ കുറിച്ച് ന്യൂസ് കാണാം. പ്രീമിയർ ലീഗ് ഇസ് ദ ഫുട്ബോൾ ലീഗ് ഓഫ് ഇംഗ്ലണ്ട്, ലാലിഗ ഇസ് ദ ഫുട്ബോൾ ലീഗ് ഓഫ് സ്പെയിൻ, സിരി എ is the football league of Italy and Bundesliga is the football league of Germany. അവരുടെ അതിനെ കുറിച്ചുള്ള ന്യൂസുകളിലൂടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോ IPL സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള ന്യൂസുകൾ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അല്ല അവിടെ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ത്യയുടെ ഹോക്കി, ഇനിയിപ്പോൾ അങ്ങോട്ട് ലീഗുകളാണ്. ഫുട്ബോൾ ലീഗ്, ഹോക്കി ലീഗ്, ടേബിൾ ടെന്നീസ് ലീഗ്, അതിൻ്റെയൊക്കെ ന്യൂസുകളുണ്ട്. ടേബിൾ ടെന്നീസിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്ലെയർ ഇപ്പൊ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. ശരത് കമൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ശരത് കമൽ. പിന്നെ മോട്ടോ GP കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പഠിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ തൽക്കാലം. അതൊക്കെ ഫൈനലി ആര് ജയിച്ചെന്നൊക്കെ നമ്മൾ അറിഞ്ഞാൽ. അപ്പൊ എത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.